ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഡേ ബുക്ക് ക്രിയേഷൻ ആണ്. എങ്ങനെയാണ് ഒരു ഡേ ബുക്ക് ചെയ്യുന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഡേ ബുക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ കഴിയും, അതായത് അതിൽ ഒരു റെസിപ്റ്റ് ഉണ്ടാവും, അതുപോലെ പേയ്മെന്റ് ഉണ്ടാവും, ഡേ ബുക്ക് ഉണ്ടാവും. ഇങ്ങനെ 3 കോളമാണ് ഡേ ബുക്കിന് ഉണ്ടാകുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എക്സൽ ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 3 പേജ് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം അതിലേക്ക്. ഇതിപ്പോൾ ഷീറ്റ് നമ്പർ 1 ആണ്. അതുപോലെ ഇനി അടുത്ത ഷീറ്റ് നമ്പർ 2 ആഡ് ചെയ്യണമെങ്കിൽ ഈ പ്ലസ് എന്ന് പറയുന്ന ബട്ടൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യാം. വീണ്ടും അതുപോലെ ഒരു ഷീറ്റും കൂടെ ആഡ് ചെയ്യാം. അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 ഇങ്ങനെ 3 ഷീറ്റാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഡേ ബുക്ക് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം നമുക്ക് മനസ്സിലാവാൻ വേണ്ടി ഇതിന്റെ പേരുകൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഈ 3 ഷീറ്റിന്റെ പേരുകൾ എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അതിന് ഞാൻ ഫസ്റ്റ് ഇവിടെ ഇതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് അതിന്റെ റീനെയിം ക്ലിക്ക് ചെയ്യുക. റീനെയിം ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ അതിന്റെ പേര് റെസിപ്റ്റ് എന്നാക്കി കൊടുക്കുകയാണ്. റെസിപ്റ്റ് എന്നാക്കി കൊടുത്തു, എൻ്റർ അടിക്കുന്നു. അതുപോലെ പിന്നെ രണ്ടാമത്തതിന്റെ ഞാൻ എന്ത് ചെയ്യാണ്, പേയ്മെന്റ് അടിക്കുകയാണ്. പേയ്മെന്റ്, ഇതിന്റെ പേര് റീനെയിം ആക്കി കൊടുത്ത് പേയ്മെന്റ് എന്നടിക്കുകയാണ്. പേയ്മെന്റ് അടിക്കും. മൂന്നാമത്തത് അതുപോലെ ഞാൻ എന്ത് ചെയ്യാണ്, ഡേ ബുക്ക് ഇങ്ങനെ 3 ഷീറ്റാണ് ഇപ്പൊ ഞാൻ ക്രിയേറ്റ് ചെയ്തത്. ഒന്ന് റെസിപ്റ്റ് ഉണ്ട്, അതുപോലെ പേയ്മെന്റ് ഉണ്ട്, അതുപോലെ ഡേ ബുക്ക് ഉണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മൾ റെസിപ്റ്റിലാണ് ചെയ്യേണ്ടത്. റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മൾ ഇങ്ങോട്ട് പൈസ വരുന്നതാണ് റെസിപ്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങോട്ട് നമ്മൾക്ക് എത്രയാണോ ക്യാഷ് വരുന്നത് അതിന് നമ്മൾ റെസിപ്റ്റ് എന്ന് പറയുന്ന ഷീറ്റിലാണ് നമ്മൾ ഇടുന്നത്. അതുപോലെ പേയ്മെന്റ്, അതായത് നമുക്ക് വന്ന ക്യാഷിൽ നിന്ന് എത്രയാണോ നമ്മൾ പേയ്മെന്റ് ചെലവാക്കിയ ക്യാഷാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പേയ്മെന്റ് ഇടല്. പിന്നെ അതുപോലെ ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്ത് നമ്മളെ കയ്യിൽ ബാക്കി എത്ര ക്യാഷ് ഉണ്ട് എന്നുള്ളതാണ് ഈ ഡേ ബുക്ക് എന്ന് പറയുന്നതിലും കാണുന്നത്. അതിന് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്, ഇവിടെ ഞാൻ കുറച്ച് കോളം ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഞാൻ ഒരു സീരിയൽ നമ്പർ ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റത്തെ കോളം സീരിയൽ നമ്പർ, അതുപോലെ രണ്ടാമത്തെ കോളം ഡേറ്റ് ഇടുകയാണ്. അതുപോലെ ഞാൻ മൂന്നാമത്തെ കോളം ഞാൻ പർട്ടിക്കുലർ എന്ന് അടിക്കുകയാണ്. പർട്ടിക്കുലർ അടിച്ചു. പിന്നെ അതുപോലെ നാലാമത്തെ കോളം ഞാൻ ക്യാഷ് അല്ലെങ്കിൽ കാർഡ്, അതായത് കാർഡ് ഉപയോഗിച്ചിട്ടാണോ ക്യാഷ് ഉപയോഗിച്ചിട്ടാണോ എന്നുള്ളത്. നിങ്ങൾക്ക് കാർഡ്, ഇതിൽ ക്യാഷോ കാർഡോ ഏതെങ്കിലും. അതുപോലെ അടുത്ത കോളം ഞാൻ എമൗണ്ട് അടിക്കുകയാണ്. അടുത്ത കോളം അതുപോലെ നരേഷൻ അടിക്കുകയാണ്. നരേഷൻ, ഇത്ര കോളാണ് ഉണ്ടാക്കിയത്. ഒന്ന് സീരിയൽ നമ്പർ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ ഡേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, പെർട്ടിക്കുലർ ഉണ്ടാക്കിയിട്ടുണ്ട്, ക്യാഷ് അല്ലെങ്കിൽ കാർഡ്, എമൗണ്ട്, അതുപോലെ നരേഷൻ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഒരു കോളത്തിന്റെ സൈസ് നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം. പെർട്ടിക്കുലർ കുറച്ച് വലുപ്പം ഉണ്ടായിക്കോട്ടെ. അതുപോലെ ക്യാഷ് അല്ലെങ്കിൽ കാർഡ്, അതുപോലെ ക്യാഷും കുറച്ച് വലുപ്പം കൂട്ടുക. നരേഷനും അതുപോലെ കുറച്ച് വലിയ കോളം ആക്കി കൊടുക്കുക. നമുക്ക് നരേഷൻ അതിൽ എഴുതി കൊടുക്കാനുള്ളതാണ്. പിന്നെ അതുപോലെ ഇപ്പോൾ ഇത്രയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. സീരിയൽ നമ്പറും ഡേറ്റും പെർട്ടിക്കലും ക്യാഷ് ഓർ കാർഡ്, എമൗണ്ട്, നരേഷൻ. ഇതെന്ത് ചെയ്യുക, അതുപോലെ നമുക്ക് കോപ്പി ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം കോപ്പി അടിക്കുക. ഇവിടെ കോപ്പി അടിക്കാം, അതുപോലെ കൺട്രോൾ-C അടിച്ചാലും കോപ്പി വന്നതാണ്. ഞാൻ കൺട്രോൾ-C അടിച്ചു. പേയ്മെന്റിൽ കൊടുക്കുക. പേയ്മെന്റിൽ അതുപോലെ കോപ്പി ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തത് ഇപ്പോൾ റെസിപ്റ്റിലും ഇതായിട്ടുണ്ട്, അതുപോലെ പേയ്മെന്റിലും ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഡേ ബുക്കാണ്. ഡേ ബുക്കിലും അതുപോലെ എന്ത് ചെയ്യാം, ഒരു ഫസ്റ്റ് തന്നെ സീരിയൽ നമ്പർ കൊടുക്കുക. സീരിയൽ നമ്പർ, വീണ്ടും ഡേറ്റ് കൊടുത്തു. പിന്നെ അതുപോലെ എമൗണ്ട് റെസിപ്റ്റ് കൊടുക്കുക. എമൗണ്ട് റെസിപ്റ്റ് കൊടുത്തു. അതുപോലെ നമ്മൾ എന്താ പിന്നീട് നമ്മൾ എമൗണ്ട് പേയ്മെന്റ് കൊടുക്കുക. എമൗണ്ട് പേയ്മെന്റ് കൊടുത്തു. പിന്നീട് ബാലൻസ് എന്ന് പറയുന്ന ഇത്ര കോളാണ് ഡേ ബുക്കിൽ ഉണ്ടാക്കേണ്ടത്. സീരിയൽ നമ്പർ,
ഡേറ്റ് കൊടുക്കുക. അതുപോലെ എമൗണ്ട് റെസിപ്റ്റ് ആണ്, നമ്മൾ ചെലവ് നമുക്ക് ഇങ്ങോട്ട് വന്ന ക്യാഷ് ആണ് എമൗണ്ട് റെസിപ്റ്റിൽ കാണാൻ കഴിയുക. അതുപോലെ എമൗണ്ട് പേയ്മെന്റും നമ്മൾ അങ്ങോട്ട് ചെലവാക്കിയ ക്യാഷ് ആണ് എമൗണ്ട് പേയ്മെന്റിൽ. പിന്നീട് അതുപോലെ അത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്ത് ബാക്കിയുള്ള ബാലൻസ് ആണ് ഇതിൽ കാണാൻ കഴിയുന്നത്. ഇനി നമുക്കിപ്പം പേയ്മെന്റും ഇത് റെഡി ആയിട്ടുണ്ട്, റെസിപ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, റെസിപ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് കോളം ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ എത്ര കോളം സെലക്ട് ചെയ്ത് കൊടുത്തു. നമ്മൾ ഇതിന് ഹെഡർ കൊടുക്കാനാണ്. അതിന് നമ്മൾ നേരെ ഇൻസേർട്ടിൽ പോകുന്നു. ഇൻസേർട്ടിൽ പോയി കണ്ട് ടേബിൾസ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ മൈ ടേബിൾസ് ആസ് ഹെഡേഴ്സ് എന്നുള്ളതിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ അടിക്കുക. ഇതിന്റെ ഡിസൈൻ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ നിന്ന് മാറ്റാം. ടേബിൾ ഡിസൈനിങ്ങിൽ നിന്ന് ഇവിടെ നിന്ന് നമുക്ക് ഏത് ഡിസൈൻ ആണോ അത് തിരഞ്ഞെടുത്ത് ഇവിടെ നിന്ന് മാറ്റാൻ കഴിയും. അതുപോലെ ടേബിൾ നെയിം നമുക്ക് ഇവിടെ നിന്ന് മാറ്റാം. ഞാനിവിടെ ടേബിൾ നെയിം മാറ്റി കൊടുക്കുകയാണ്. ഇവിടെ ഏറ്റവും മുകളിൽ ഫയലിന്റെ താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയും ടേബിൾ നെയിം. ഇവിടെ കോളം ഉണ്ട്. ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ടേബിൾ റെസിപ്റ്റ് എന്ന് കൊടുക്കുകയാണ്. TBL റെസിപ്റ്റ് എന്ന് കൊടുക്കണം കേട്ടോ. റെസിപ്റ്റ് എന്ന് കൊടുത്തു, എൻ്റർ അടിച്ചു. അതുപോലെ തന്നെ ഇനി പേയ്മെന്റ് അടിക്കുക. പേയ്മെന്റ് എടുത്തതിനു ശേഷം ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കുറച്ച് കോളം ക്ലിക്ക് ചെയ്തതിനു ശേഷം നേരെ ഇൻസേർട്ട് എടുക്കുന്നു. അതിൽ ടേബിള്, അതിൽ നമ്മൾ മൈ ടേബിൾ ഹാസ് ഹെഡർ എന്നുള്ളതിന് ടിക്ക് ചെയ്യുക, എൻ്റർ അടിക്കുക. അതും ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസൈൻ മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റി കൊടുക്കാം. അതുപോലെ ഇവിടെ എന്ത് ചെയ്യാം, ഞാനിപ്പോൾ ഇവിടെ ടേബിൾ പേയ്മെന്റ് എന്ന് കൊടുക്കാം. TBL പേയ്മെന്റ് എന്നാണ് കൊടുക്കുന്നത്. അത് കൊടുത്ത് എൻ്റർ അടിച്ചു. നമുക്ക് ഇതിന്റെ കോളം ഒന്ന് റെഡി ആക്കി കൊടുക്കാം. കോളം ഒന്ന് സൈസ് ഒക്കെ ഒന്ന് കൂട്ടി കൊടുക്കുക. ഇനി അതുപോലെ തന്നെ ഡേ ബുക്കിലേക്ക് നേരെ ഡേ ബുക്കിലേക്ക് എന്ന് പറഞ്ഞാൽ സീരിയൽ നമ്പർ എന്ത് ചെയ്യണം, നമ്മൾ കൊടുക്കണം. അതായത് എങ്ങനെയാണ് സീരിയൽ നമ്പർ, എത്ര ദിവസത്തെ സീരിയൽ നമ്പറാണ്. ചിലപ്പം 30 ദിവസത്തെ, 31 ദിവസം, ഒരു മാസത്തെ സീരിയൽ നമ്പർ ആയിരിക്കും, ഒരു മാസത്തെ ഡേ ബുക്ക് ആയിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യണേ. അല്ല ഒരു വർഷത്തെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. എങ്ങനെ എത്ര ദിവസത്തെ ആണെങ്കിലും ഫസ്റ്റ് 1 ക്ലിക്ക് ചെയ്ത് എൻ്റർ അടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മള് ഫയൽ നേരെ ഹോമിൽ പോയിട്ട് ഇവിടെ ഫിൽ എന്ന് പറയുന്ന ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഫിൽ എന്നതിൽ സീരീസ് എന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം അടിയിലേക്ക് കോളംസിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ സീരീസ് ഇൻ കോളംസ് ആണ്. അതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം സ്റ്റെപ്പ് വാല്യൂ 1 മുതൽ 1 to ഇതുവരെ വേണം എന്നുള്ളതാണ്. അതായത് എത്ര വരെയാണ് സ്റ്റോപ്പ്, എവിടെ വരെയാണ് നമുക്ക് നിൽക്കേണ്ടത് എന്നുള്ളതാണ്. ഞാനിവിടെ ഒരു 365 കൊടുത്തു. 365 കൊടുത്തു, ഓക്കെ അടിച്ചു. ഇപ്പൊ താഴോട്ട് വന്നാൽ അറിയാൻ കഴിയും 365 കോളംസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ എന്താണ് ഏറ്റവും ലാസ്റ്റ് 365 വരെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ മുകളിലേക്ക് പോവുക. മുകളിലേക്ക് പോയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഡേറ്റ് കൊടുക്കാം. ഡേറ്റ് ഇപ്പൊ ഞാൻ 01/5/2020 എന്ന് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡേറ്റ് ഫുൾ താഴോട്ട് വരും. ഇനി ഇതിന്റെ നമുക്ക് മോഡൽ ഫോർമാറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാൻ കഴിയുന്നതാണ്. അതിന് നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഫോർമാറ്റ് സെൽ എടുത്തതിനു ശേഷം എന്ത് ചെയ്യാം, നമുക്ക് ഏതോ മോഡൽ ഇവിടെ ഡേറ്റിൽ ഏത് മോഡലാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ എന്താണ് ഈ മോഡൽ 14 മാർച്ച് 2012 ഈ മോഡൽ സെലക്ട് ചെയ്ത് ഓക്കെ അടിക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഈ മോഡലാണ് ഇപ്പോൾ കിട്ടിയത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരെ റെസിപ്റ്റ് എന്ന് പറയുന്ന കോളത്തിൽ പോവുക. റെസിപ്റ്റ് എന്നിൽ പോയതിനു ശേഷം ഇവിടെ സീരിയൽ നമ്പർ വരേണ്ടത് എങ്ങനെയാ വെച്ചാൽ നമ്മൾ ഡേറ്റ് കൊടുക്കുന്നതിനനുസരിച്ച് ഇപ്പൊ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. 01/5/2020 എന്ന് കൊടുത്തതിന് ശേഷം എൻ്റർ അടിക്കുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യണം, നമുക്ക് സീരിയൽ നമ്പർ വരണം. അതിനുള്ള കോഡാണ്. അതിന് കോഡ് കൊടുക്കാൻ എന്ത് ചെയ്യണം, ഞാൻ കോഡ് കൊടുക്കുന്നത് എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. if ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക. ഏത് അടിസ്ഥാനത്തിലാണ് ഇവിടെ സീരിയൽ നമ്പർ വരേണ്ടത് ആ കോളം സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനിവിടെ ഡേറ്റ് എന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് വീണ്ടും ഞാൻ സീക്വൽ ടു ഇട്ട് കൊടുത്തു. പിന്നെ അതിന് വാല്യൂ കൊടുക്കുകയാണ്. അതിന് ഡബിൾ ഇൻവേർട്ടർ കോമ 2 വട്ടം ഇട്ട് കൊടുക്കുക. ഓക്കെ, പിന്നീട് ഒരു കോമ ഇട്ട് കൊടുക്കുക. വീണ്ടും ഒരു ഡബിൾ ഇൻവേർട്ടർ കോമ 2 വട്ടം ഇട്ട് കൊടുക്കുക. പിന്നീടും അതുപോലെ ഒരു കോമ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, റോ എന്ന് ടൈപ്പ് ചെയ്യുക. റോ ടൈപ്പ് ചെയ്തതിനു ശേഷം
ഒരു ബ്രാക്കറ്റ് ടൈപ്പ് ചെയ്യുക, ഒരു ബ്രാക്കറ്റ് കൊടുക്കുക, എന്നിട്ട് 1:1. പിന്നെ ഈ നമ്മളിപ്പോൾ കൊടുത്ത ഇവിടുത്തെ ബ്രാക്കറ്റും അതുപോലെ ഇവിടുത്തെ ബ്രാക്കറ്റും രണ്ട് ബ്രാക്കറ്റും എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്ത് കൊടുക്കുക. രണ്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇനി എൻ്റർ അടിച്ചു കൊടുക്കുക. ഇപ്പോൾ എൻ്റർ അടിച്ചു. ഇനി ഇവിടെ കാണാം നമുക്ക്, ഇവിടെ ഞാനൊരു ഡേറ്റ് ടൈപ്പ് ചെയ്തു 2020, എൻ്റർ അടിച്ചു. ഇവിടെ 1 എന്ന് സീരിയൽ നമ്പർ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു. ഇനി അടുത്തത് ഞാൻ അതുപോലെ കൊടുക്കുകയാണ് 2. ഇവിടെ എന്തായി, സീരിയൽ നമ്പർ ഓട്ടോമാറ്റിക് ആയിട്ട് ഞാൻ വന്നു കൊടുക്കുന്നതാണ്. ഡിലീറ്റ് ചെയ്തു. അതുപോലെ ഇതും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സീരിയൽ നമ്പർ ഇവിടെ നിന്ന് പോവുകയും ചെയ്യും. ഇനി എന്ത് ചെയ്യാണ്, ഞാൻ ഇവിടെ ഒരു മോഡൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിപ്പം ഇന്നത്തെ ഡേറ്റിൽ 015/2020 ടാബ് അടിച്ചു. പെർട്ടിക്കുലർ ഇപ്പം ഞാൻ അലിഷാൻ എന്ന് കൊടുത്തു. അലിഷാൻ അവിടെ ക്യാഷ് കൊടുത്തു. ക്യാഷ് അതുപോലെ എമൗണ്ട് ഞാൻ എന്ത് ചെയ്താണ്, എമൗണ്ട് ഒരു 5000 എന്ന് കൊടുക്കുകയാണ്. നരേഷന് നമുക്ക് എന്തെങ്കിലും നരേഷൻ ഇഷ്ടം എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു സാലറി എന്ന് പറഞ്ഞ നരേഷന് കൊടുത്തു. ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്യുക, നേരെ പേയ്മെന്റിൽ പോവുക. പേയ്മെന്റിൽ പോയിട്ട് അതുപോലെ തന്നെ ആദ്യം അതിൻ്റെ മുന്നേ നമുക്ക് ഇവിടെ ഇത് നമുക്ക് എന്ത് ചെയ്യുക, സെൻറ്ററിലൊക്കെ ഒന്ന് ആക്കി കൊടുക്കാം. അങ്ങനെ ഇതിൻ്റെ ഹെഡറിൻ്റെ വലിപ്പമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കൂട്ടി കൊടുക്കാം. ഇതെല്ലാം സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യാനായി, നമുക്ക് എന്തോ ഒന്ന് സെൻറ്ററിലേക്ക് ആക്കി കൊടുക്കാം. ഇനി അതുപോലെ നമ്മൾ പേയ്മെന്റ് എടുക്കുന്നു. പേയ്മെന്റ് എടുത്തിട്ടും അതുപോലെ ഈ സീരിയൽ നമ്പർ എന്ത് ചെയ്യുക, അവിടെ നമ്മൾ റെസിപ്റ്റിൽ ഓട്ടോമാറ്റിക് ആക്കി കൊടുത്ത പോലെ തന്നെ ഇവിടെയും എന്ത് ചെയ്യുക, അത് ഓട്ടോമാറ്റിക് ആക്കി കൊടുക്കുക. ബ്രാക്കറ്റ് ഇടുക, കോളം സെലക്ട് ചെയ്യുക. കോളം സെലക്ട് ചെയ്തിട്ട് വീണ്ടും ഈക്വൽ ടു ഡബിൾ ഇൻവേർട്ടർ കോമ 2 വട്ടം ഇടുക. എന്നിട്ട് കോമ, വീണ്ടും ഡബിൾ ഇൻവേർട്ടർ കോമ 2 വട്ടം ഇടുക. വീണ്ടും കോമ, എന്നിട്ട് റോ, എന്നിട്ട് റോ കൊടുക്കുക. റോ കൊടുത്തതിന് ശേഷം ബ്രാക്കറ്റ് ഇടുക. 1 2 ബ്രാക്കറ്റും ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. എന്ത് ഇനി നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഒരു പേയ്മെന്റും പേയ്മെന്റിന്റെ ഷീറ്റിലൂടെ നമുക്കൊരു പേയ്മെന്റും ടൈപ്പ് ചെയ്യാം. ഞാൻ 025/2020 ഞാൻ ഒരു കാർ റെന്റ് ക്യാഷ് എമൗണ്ട് 1500. റേഷൻ ഞാൻ കാറ് റെന്റിന് എടുത്ത അതിന്റെ ക്യാഷാണ്, എമൗണ്ടാണ് അടിച്ചത്. അത് മനസ്സിലാകാൻ വേണ്ടി ഒരു ഷിഫ്റ്റ് കാറെന്ന് കൊടുക്കുക, എൻ്റർ അടിച്ചു. ഇനി എന്ത് ചെയ്യാം, ഇതൊന്ന് നമുക്ക് അറേഞ്ച്മെന്റ് റെഡി ആക്കി കൊടുക്കാം. ഇനി നേരെ നമുക്ക് അടുത്തത് ഡേ ബുക്കിലേക്ക് പോവാം. ഓക്കെ, ഇപ്പം നമ്മൾ റെസിപ്റ്റിൽ നമ്മളൊരു റെസിപ്റ്റ് എൻ്റർ ചെയ്ത് കൊടുത്തു. അതായത് 1-ാം തീയതി നമുക്ക് ഒരു 5000 രൂപ സാലറി കിട്ടിയതായിട്ട് നമ്മൾ എന്ത് ചെയ്തു, എൻ്റർ ചെയ്തു. അതുപോലെ നമ്മൾ പേയ്മെന്റിൽ ഇത് നമുക്കൊന്ന് എന്ത് ചെയ്യാം, സൈസ് കൂട്ടി കൊടുക്കാം. 6 ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഒരു പേയ്മെന്റിൽ നമുക്ക് കിട്ടിയ 5000-ൽ നമ്മൾ എന്ത് ചെയ്തു, 1500 രൂപ കാറ് റെന്റ് എന്ന് പറഞ്ഞാണ്ട് അങ്ങനെ കൊടുത്ത് ഒഴിവാക്കി. ഇനി നമുക്ക് അടുത്ത പോകുന്നത് എമൗണ്ട് ഡേ ബുക്കിലേക്ക് പോവാം. ഇനി നമുക്ക് അടുത്തത് എന്താ വെച്ചാൽ, അടുത്തത് നമ്മൾ ഇവിടെ കൊടുത്ത റെസിപ്റ്റ്, ഇവിടെ നമ്മൾ ഫസ്റ്റ് ആയിട്ട് 1-ാം തീയതി നമ്മൾ
ചെയ്ത റെസിപ്റ്റ് 5000 എമൗണ്ട് എന്നുള്ളത് ഈ 5000 എന്ത് ചെയ്യണം നമുക്ക് ഈ ഡേ ബുക്കിൽ എമൗണ്ട് റെസിപ്റ്റ് എന്ന് പറയുന്ന കോളത്തേക്ക് കൊണ്ടുവരണം അതിന് നമുക്ക് എന്ത് ചെയ്യണം ഒരു കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ശ്രദ്ധിക്കുക കോഡ് ടൈപ്പ് ചെയ്യാൻ ആദ്യം ഈക്വൽ ടു സം if എന്ന് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക ഒരു ബ്രാക്കറ്റ് കൊടുക്കുക ബ്രാക്കറ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ ടേബിളിന്റെ അതായത് റെസിപ്റ്റിന്റെ കോളത്തിന് നെയിം കൊടുത്തിരുന്നു മേലെ TBL റെസിപ്റ്റ് എന്ന് പറയുന്ന ഒരു കോളം കൊടുത്തിരുന്നു അത് ഇവിടെ എന്ത് ചെയ്യുക ടൈപ്പ് ചെയ്യുക അത് ടൈപ്പ് ചെയ്യുക TBL എന്ന് കൊടുക്കുമ്പോൾ തന്നെ താഴത്ത് വരും നമ്മൾ രണ്ട് പേര് കൊടുത്തിട്ടുണ്ട് TBL പേയ്മെന്റും കൊടുത്തിട്ടുണ്ട് TBL റെസിപ്റ്റും കൊടുത്തിട്ടുണ്ട് ആ TBL റെസിപ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് ഡേറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക അതും ഡബിൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ആ സ്ക്വയർ ബ്രാക്കറ്റ് അതിന്റെ സ്ക്വയർ ബ്രാക്കറ്റ് അവിടെ തന്നെ ക്ലോസ് ചെയ്യുക ക്ലോസ് ചെയ്തതിനു ശേഷം വീണ്ടും ഒരു കോമ ഇട്ടിട്ട് നമുക്ക് എന്താ ഈ ഡേറ്റിന്റെ കോളം എന്ത് ചെയ്യുക സെലക്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ ഞാൻ ഈ ഡേറ്റിന്റെ കോളം അപ്പോൾ ഇവിടെ B5 എന്ന് വന്നു അതായത് B ഇതിൽ 5 ആണല്ലേ ഇതാണ് ഈ കോളത്തിന്റെ നെയിം ആ B5 ഇവിടെ സെലക്ട് ചെയ്തു വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക കോമ ഇടുക എന്നിട്ട് നമ്മൾ ഈ TBL റെസിപ്റ്റ് എന്നുള്ളത് വീണ്ടും കൊടുത്തിട്ട് എന്ത് ചെയ്യുക ഒരു സ്ക്വയർ ബ്രാക്കറ്റും കൂടെ ഇട്ടുകൊണ്ട് എമൗണ്ട് എന്ന് ടൈപ്പ് ചെയ്യുക എന്നിട്ട് അത് ആ എമൗണ്ടിന്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക ഇപ്പൊ ഇത്രയാണ് അതായത് ആദ്യം സം ഇഫ് എന്ന് കൊടുത്തുകൊണ്ട് ടേബിൾ റെസിപ്റ്റ് എന്ന് ആ പേര് കൊടുത്തു ആ പേരത്തെ ഈ കോളത്തിന്റെ എന്ത് ചെയ്യുക ഈ കോളത്തിൽ ഡേറ്റ് കൊടുത്തതിന് ശേഷം ഈ കോളം സെലക്ട് ചെയ്യുക ആ ടേബിൾ റെസിപ്റ്റ് എമൗണ്ട് എന്ന് പറയുന്ന കോളത്തിൽ എമൗണ്ട് പറഞ്ഞാൽ ആ കോളത്തിലെ ഇതാണ് എമൗണ്ട് ആണ് ഇവിടെ വരേണ്ടത് അപ്പൊ ഇവിടെ എമൗണ്ട് കൊടുത്തിട്ട് എൻ്റർ അടിച്ചു കൊടുക്കുക അപ്പൊ എന്തായി ഈ 5000 എന്നുള്ളത് ഇവിടെ വന്നു അതായത് ഈ 5000 എന്നുള്ളതാണ് ഇപ്പൊ ഇവിടെ വന്നത് ഇതെന്ത് ചെയ്യാം നമുക്കൊന്ന് വലുതാക്കി കൊടുക്കാം ആദ്യം ഒന്ന് അയ്യായിരം എന്നുള്ളത് ഇപ്പൊ അവിടെ വന്നു ഇനി എന്തൊക്കെ അലൈൻമെന്റ് റെഡി ആക്കി കൊടുക്കട്ടെ അപ്പൊ തന്നെ ഇനി അടുത്തതായിട്ട് ഇനി എന്ത് ചെയ്യണം ഞാൻ ഇപ്പൊ ഇവിടെ ഒന്ന് കാണിച്ചു തരാം അപ്പൊ നമ്മള് ഒന്നാം തീയതി റെസിപ്റ്റ് അടിച്ച എമൗണ്ട് ആണ് ഇവിടെ വന്നത് ഇനി ഞാൻ ഈ ഒന്നാം തീയതിത്തെ റെസിപ്റ്റ് ഞാൻ ഇവിടെ ചേഞ്ച് ചെയ്യാന്ന് കൂട്ടിക്കൊള്ളൂ ഞാൻ ഇവിടെ ചേഞ്ച് ചെയ്തിട്ട് അത് 50,000 ആക്കിയാണ് ഇവിടെ 50,000 ആക്കി എൻ്റർ അടിച്ചു അപ്പൊ ഇവിടെ ആ ഡേ ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ ഓട്ടോമാറ്റിക് ആയിട്ട് അത് 50,000 ആയി ഇനി അതുപോലെ തന്നെയാണ് എമൗണ്ട് പേയ്മെന്റും ഈ സെയിം മെത്തേഡിൽ കോഡ് എന്ത് ചെയ്യുക ഇവിടെ എഴുതി കൊടുക്കാം ഈക്വൽ ടു സം ഇഫ് ബ്രാക്കറ്റ് TBL പേയ്മെന്റ് ഇവിടെ TBL പേയ്മെന്റ് കൊടുക്കുക അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്ത് ഡേറ്റ് ടൈപ്പ് ചെയ്യുക ആ സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഒരു കോമ ഇട്ട് കൊടുക്കുക ഈ ഡേറ്റ് എന്ത് ചെയ്യുക സെലക്ട് ചെയ്യുക അതായത് ഏത് ഡേറ്റിനാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഡേറ്റ് ആണ് ഇവിടെ വരേണ്ടത് അതിന് ഈ ഡേറ്റ് സെലക്ട് ചെയ്തതിനു ശേഷം വീണ്ടും ഒരു കോമ ഇട്ട് കൊടുത്തിട്ട് TBL പേയ്മെന്റ് ക്ലിക്ക് ചെയ്യുക TBL പേയ്മെന്റ് ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക എമൗണ്ട് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ആ എമൗണ്ടിന്റെ സ്ക്വയർ ബ്രാക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്ത് കൊടുക്കുക എൻ്റർ അടിക്കുക ഇവിടെ 0 എന്നാ വന്നിരിക്കുന്നത് അതായത് 0 വരാനുള്ള കാരണം എന്താ വെച്ചാല് നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടില്ല അതായത് ഒന്നാം തീയതിയിൽ ഒരു റെസിപ്റ്റും എൻ്റർ ചെയ്തിട്ടില്ല ഇനി ഞാൻ ഒരു കാര്യം ചെയ്യാം ഇവിടെ ഡേറ്റ് മാറ്റി കൊടുക്കുകയാണ് ഇവിടെ 2-ാം തീയതിയിലാണ് നമ്മൾ റെസിപ്റ്റ് പേയ്മെന്റ് ചെയ്തില്ല അത് 1 ആക്കി കൊടുക്കുകയാണ് ഞാൻ 1 ആക്കി കൊടുത്ത് എൻ്റർ അടിച്ചാൽ ഇവിടെ എന്ത് ചെയ്തു കണ്ടില്ലേ ആ 1500 അതായത് 1-ാം തീയതിയിൽ ഇവിടെ ഒരു പേയ്മെന്റ് അടച്ചിട്ടുണ്ട് എന്നുള്ളതിന് 1500 ആണ് ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ളത് ഓക്കെ ഇനി അടുത്തത് നമുക്ക് ഇതിൽ ബാലൻസ് ആണ് ഇവിടെ ബാലൻസ് എന്ത് ചെയ്യാണ് ഇവിടെ ബാലൻസ് ആണ് കൊടുക്കേണ്ടത് അതായത് ഈ എമൗണ്ട് റെസിപ്റ്റ് നിന്ന് മൈനസ് എമൗണ്ട് പേയ്മെന്റ് മൈനസ് ചെയ്ത ബാലൻസ് ആണ് ഇവിടെ വരേണ്ടത് അതിനിവിടെ ഈക്വൽ ടു ഇത് കൊടുക്കുക മൈനസ് എമൗണ്ട് പേയ്മെന്റ് സെലക്ട് ചെയ്യുക എൻ്റർ അടിക്കുക
ഇപ്പം 50,000 1500 മൈനസ് 48,500 ഇപ്പൊ ഇവിടെ വന്നത്. ഇനി ഇതിന്റെ താഴോട്ട് വരേണ്ട എല്ലാം എന്ത് ചെയ്യണം, ഇത് ഇതിലേക്ക് പ്ലസ് ചെയ്തിട്ട് പിന്നീട് വേണം ഇത് രണ്ടും മൈനസ് ചെയ്യാൻ. അതിനെന്ത് ചെയ്യാ, അതിന് നമ്മൾ ഇവിടെ സീക്വൽ ടു ഇടുക, ഇത് സെലക്ട് ചെയ്യുന്നു, പ്ലസ് അടിക്കുക, പിന്നീട് എമൗണ്ട് റെസിപ്റ്റ് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക, അവിടെ മൈനസ് അടിക്കുക, ഈ എമൗണ്ട് റെസിപ്റ്റിൽ നിന്ന് പേയ്മെന്റ് എന്ത് ചെയ്യുക, മൈനസ് ആവണം, എൻ്റർ അടിക്കുക. ഇനി എന്ത് ചെയ്യാം, നമുക്കിവിടെ എല്ലാം ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതുപോലെ ഇതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊക്കെ ഒന്ന് എന്ത് ചെയ്യാം, നമുക്കൊന്ന് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സെറ്റിൽ ടേബിൾ കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ എന്താ സൈസും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കി കൊടുക്കാം. ഓക്കെ, ഇപ്പൊ നമ്മളെ കയ്യിൽ ഇപ്പൊ ടോട്ടൽ ക്യാഷ് ആയിട്ട് ഇപ്പൊ ഉള്ളത് 48,500 ഇപ്പൊ നമ്മളെ കയ്യിൽ ക്യാഷ് ആയിട്ടുള്ളത്. ഇനി ഞാൻ ഒരു എക്സാമ്പിളും കൂടെ കാണിച്ചു തരാം. ഞാൻ ഇപ്പൊ റെസിപ്റ്റിൽ പോയിട്ട് എനിക്കിപ്പോ 2-ാം തീയതി എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഫാദർ എനിക്ക് എന്ത് ചെയ്തു, ഒരു ക്യാഷ് ആയിട്ട് എനിക്ക് ഒരു 2,000 രൂപ വന്നു ക്യാഷ് ആയിട്ട്. ഫാദർ ക്യാഷ് ആയിട്ട് 2,000 രൂപ വന്നു. ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട് സീരിയൽ നമ്പർ 2 എന്ന് വന്നു. ഇനി അതുപോലെ നമുക്ക് ഡേ ബുക്ക് ചെക്ക് ചെയ്താൽ അറിയാൻ കഴിയും. അതായത് 2-ാം തീയതിയിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 2,000 റുപ്യ റെസിപ്റ്റ് അടിച്ചിട്ടുണ്ട് നമ്മൾ, കണ്ടോ. അപ്പൊ നമ്മളെ കയ്യിൽ ഇപ്പൊ ടോട്ടൽ ക്യാഷ് 50,500 ആയി. ഇനി ഞാൻ അതുപോലെ തന്നെ ഒരു പേയ്മെന്റ് അടിച്ച് കാണിച്ചു തരാം. ഞാനിവിടെ ഒരു 3-ാം തീയതിയിൽ 3/20 ഞാൻ എന്ത് ചെയ്തു, ഒരു മൊബൈൽ പർച്ചേസ് ചെയ്തു. ക്യാഷ് എന്ന് കൊടുക്കുക. മൊബൈലിന് ഞാനൊരു 10,500 കൊടുത്തു. ഒരു സോണിന്റെ ഫോണാണ് പർച്ചേസ് ചെയ്തത്. സോണിന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിച്ചു. അപ്പൊ നമുക്ക് കിട്ടിയ ക്യാഷിന്ന് ഇപ്പം ഒരു 10,500 വീണ്ടും നമ്മൾ ചെലവായി പോയി. അപ്പൊ ഇനി നമ്മുടെ കയ്യിൽ ക്യാഷ് ആയിട്ട് ബാക്കിയായിട്ട് കാണേണ്ടത് ഇതാണ്. 3-ാം തീയതി നമുക്കൊരു പേയ്മെന്റ് വന്നിട്ടുണ്ട് 10,500. അപ്പൊ നമ്മളെ കയ്യിൽ ഈ 50,500 നിന്ന് 10,500 പോയി കഴിഞ്ഞാൽ ബാക്കി 40,000 ഇവിടെ കണ്ടു. ഇപ്പൊ നമ്മളെ കയ്യിൽ ക്യാഷ് ആയിട്ട് ഇവിടെ 40,000 ആയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയണേ. എന്താ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതണേ. എന്തെങ്കിലും വല്ല ഡൗട്ടും ഉണ്ട് എന്നുണ്ടെങ്കിൽ, കോഡിങ്ങിന്റെ കാര്യത്തിൽ വല്ല ഡൗട്ടും ഉണ്ട് എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത വീഡിയോ ഇടുന്നേക്കും വരെ ഓക്കെ, ബൈ.